വേനൽക്കാല അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ നാളെ തുറക്കുന്നു. പുതിയ അധ്യയന വർഷത്തിൽ വലിയ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇക്കാര്യങ്ങൾ വിശദമാക്കിയാണ് 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ഉമേഷ് ബാലകൃഷ്ണന്റെ തിരുവനന്തപുരം റിപ്പോർട്ട്. 2 മാസത്തെ വേനലവധിക്ക് ശേഷം നാളെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോവുകയാണ്. മുൻവർഷങ്ങളെ പോലെയല്ല, ഇത്തവണ ചില പ്രത്യേകതകളും ഈ അധ്യയന വർഷത്തിനുണ്ട്. എന്തായാലും അതെന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം മിനിസ്റ്ററെ. എന്തായാലും നമ്മൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ക്ലാസ് ടൈമിൽ ചില മാറ്റങ്ങൾ വരുന്നു. പിന്നെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ നൈപുണ്യ വികസനത്തിന് വേണ്ടി ചില പാഠ്യപദ്ധതികൾ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ 8ാം ക്ലാസ്സിലും ഇത്തവണയും ഈ വാല്യുവേഷനിൽ ചില മാറ്റങ്ങൾ വരുത്തിയെങ്കിലും അടുത്ത വർഷം മുതൽ അത് നല്ല രീതിയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആദ്യം നമുക്ക് ക്ലാസ് ടൈം, അതിലേക്ക് വരാം. ക്ലാസ് ടൈം കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുമോ? ക്ലാസ് ടൈം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റായി ചെയ്തതല്ല. പഠിപ്പിക്കേണ്ട ദിവസങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 210-220 ദിവസം എന്നുള്ള നിലയിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കി ഇരുന്നതാണല്ലോ. അത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെയും കേരള എഡ്യൂക്കേഷൻ റൂളും ഒക്കെ വെച്ചുകൊണ്ട് അതിൽ വെച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ ചായ്വുള്ള അധ്യാപക സംഘടന കോടതിയിൽ പോകുന്നത്. ഹൈസ്കൂളിന് അരമണിക്കൂർ കൂട്ടേണ്ടി വരുന്നു. ശനിയാഴ്ചയൊക്കെ എടുത്തതിന് ശേഷം അരമണിക്കൂർ വെച്ചാൽ രാവിലെ 15 മിനിറ്റ്, പിന്നെ വൈകുന്നേരം 15 മിനിറ്റ്. നിലവിൽ എന്തായാലും 10 മണി എന്നുള്ളത് 9:45 ക്ലാസ്സിലെത്തണം, 4:15 എന്നുള്ളത് പോകണം. പക്ഷെ അതല്ല പ്രശ്നം. ആ സ്കൂളിൽ യു പി കുട്ടികളുണ്ടെങ്കിൽ ഈ 2 കുട്ടികളും കൂടെ ഒരു ബസ്സിലാണ് പോകണമെങ്കിൽ പ്രശ്നമാണത്. അവർ കൂടുതൽ സമയം കാത്തിരിക്കും. അതെ. അതുപോലെ തന്നെ പരിസര ശുചീകരണം, ശുചിത്വം, വ്യക്തി ശുചിത്വം, മര്യാദകൾ, പാലിക്കേണ്ട മര്യാദകൾ, ട്രാഫിക് നിയമങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ സംബന്ധിച്ചത് അവർക്കൊന്നും അറിയില്ല. ഇപ്പോൾ പോക്സോ കേസ് തന്നെ നടപടി 12 അധ്യാപകരെ പിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം അവർ കുട്ടികൾ പറയുന്നത് കുറേ കാലം കഴിഞ്ഞിട്ടാണ്. അതെ, ആക്സിഡന്റലി കൗൺസിലിംഗ് എല്ലാം നടക്കുമ്പോഴാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രസക്തി ഇല്ലാതെ മാറുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2 ആഴ്ചക്കാലം കുട്ടികളെ പഠിപ്പിക്കും. ഒരു ജനറൽ നോളജ് കൊടുക്കുന്നു. ഒരു 3 മാസമോ 6 മാസമോ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ അത് റിവൈൻഡ് ചെയ്യുന്നു. ഈ വിദ്യാർത്ഥികൾ എപ്പോഴും പരാതി നേരിട്ട് സോഷ്യൽ മീഡിയയിലും എല്ലാം മന്ത്രി അപ്പൂപ്പനോട് വിളിച്ചു പറയുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ അവർ പറഞ്ഞ പരാതികളോ സജഷനോ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ പരിഗണിക്കുകയോ അത് പരിഷ്കാരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കൊച്ചുകുട്ടിയാണ്, അപ്പൂപ്പാന്നും വിളിച്ചില്ല, വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് തന്നെ വിളിച്ചു ധൈര്യത്തോടുകൂടി. പാഠപുസ്തകങ്ങളുടെ വെയിറ്റ് കൂടുതലാണ്. 3 നില കയറിയാണ് പോവേണ്ടത്. തിരിച്ചിറങ്ങി വരുമ്പോൾ അങ്ങനെയാണ്. വീട്ടിൽ ചെന്നാൽ നട്ടലിന് വേദന കാരണം ഉറങ്ങാനും പറ്റത്തില്ല, പഠിക്കാനും പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് പിന്നെ നിർമ്മിക്കുന്ന സ്കൂളുകൾക്കൊക്കെ തന്നെ ഒരു ലിഫ്റ്റ് വേണമെന്നുള്ളവരും നിർദ്ദേശം കൊടുത്തു. ഇപ്പം നിർമ്മിക്കുന്ന എല്ലാ മെഡിക്കൽ കോളേജ് ഹൈസ്കൂളിലും ലിഫ്റ്റുണ്ട്. ഇപ്പോൾ പിന്നെ ഇവിടെ ശ്രീകാര്യ സ്കൂളിൽ ലിഫ്റ്റുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ ലിഫ്റ്റുണ്ട്. അപ്പം എന്തായാലും വിദ്യാർത്ഥികൾ നാളെ സ്കൂളിലേക്ക് പോവുകയാണ്. അവരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും അവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഉണ്ട്, കളിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഉണ്ട്. അവർക്ക് ഏത് സംശയങ്ങളും തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രഗത്ഭരായ അധ്യാപകരുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികളായിട്ട് പഠിച്ച് വളർന്നു വരിക. വളരെ നന്ദി. എന്തായാലും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും.